വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. യൂണിറ്റ് 1 ടെൻഡർ ടച്ച്. ഒന്നാമത്തെ പാഠം ടെൻഡർ ടച്ച്. ടെൻഡർ ടച്ച് എന്നാൽ എന്താണ്? മൃദു സ്പർശം. എ സണ്ണി മോർണിംഗ്. The morning sun peeped through the window. മോർണിംഗ് രാവിലെ. രാവിലെ സൂര്യൻ ജനലിലൂടെ എത്തി നോക്കി. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. സാഷ സാഷ എഴുന്നേൽക്കൂ, വൈകിയല്ലോ മോളെ, വേഗം എഴുന്നേൽക്കൂ. സാഷയുടെ അമ്മ അവളെ വിളിച്ചു. ഷി വാസ് ഹാഫ് asleep. അവളെ പകുതി ഉറക്കത്തിലായിരുന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ് എ ലിറ്റിൽ ലോങ്ങർ. അമ്മേ, ഇനി കുറച്ചുകൂടി ഉറങ്ങട്ടെ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. ഇപ്പോൾ തന്നെ വൈകി മോളെ എന്ന് പറഞ്ഞ് അമ്മ അവളെ മെല്ലെ തലോടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്, റബ്ബിംഗ് ഹെർ ഐസ്. സാഷ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. എന്നിട്ട് കണ്ണൊക്കെ തിരുമ്മി. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. എന്താണ് ആ മണം? അവൾ എഴുന്നേറ്റപ്പോൾ അവൾക്ക് എന്തോ ഒന്ന് മണത്തു. അവളെ ദീർഘശ്വാസമെടുത്തു. നമുക്കെന്തെങ്കിലും മണത്താൽ നമ്മൾ ഒന്നുകൂടി മണപ്പിക്കാറില്ലേ? അതുപോലെ അവളും മണം മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. അവൾ അടുക്കളയിലേക്ക് ഓടി. അമ്മ അവളുടെ പിറകെയും പോയി. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ തിരക്കിലായിരുന്നു. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. സാഷ, നിനക്ക് ഇഷ്ടമുള്ള സ്നാക്ക് റെഡിയായി, അച്ഛൻ പറഞ്ഞു. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അമ്മേ, ഞാൻ ഇതിൽ നിന്നും കുറച്ച് സ്കൂളിൽ കൊണ്ടുപോകട്ടെ? സാഷ ചോദിച്ചു. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. കൊണ്ടുപോയിക്കോളൂ മോളെ, വേഗം റെഡിയാകൂ, അമ്മ പറഞ്ഞു. ഷി വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവൾ പാട്ടും പാടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. സാഷ, ആറന്റ് യു റെഡി യെറ്റ്? സാഷ, നീ റെഡിയായില്ലേ? ഇറ്റ് വാസ് നെവീൻ, ഹെർ ഫ്രണ്ട്. ആരാണങ്ങനെ ചോദിച്ചത്? അതെ, നവീൻ ആയിരുന്നു. അവളുടെ ഫ്രണ്ടാണ് നവീൻ. ഒരുമിച്ച് സ്കൂളിൽ പോകാൻ വന്നതാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ ഗേറ്റിന്റെ അടുത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ജസ്റ്റ് 5 minutes, സാഷ ഹറിഡ് അപ്പ്. 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം, സാഷ പറഞ്ഞു. ദ സർപ്രൈസ്. സാഷ ആൻഡ് നെവിൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നെവിനും ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്? നെവിൻ ആസ്ക്ഡ്. നല്ല മണം, എന്താണ് നിന്റെ ബാഗിലുള്ളത്? നെവിൻ ചോദിച്ചു. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. ഇതൊരു സർപ്രൈസ് ആണ്, വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. സാഷ took out the tiffin box and opened it. സാഷ ടിഫിൻ എടുത്തു, എന്നിട്ട് അത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം, നെവിൻ എക്സ്ക്ലൈമഡ്. അവളുടെ ടിഫിനിൽ എന്തായിരുന്നു? ഉണ്ണിയപ്പമായിരുന്നു. അവളുടെ ഫേവറേറ്റ് സ്നാക്ക് ഏതാണ്? ഉണ്ണിയപ്പം. അവളുടെ അച്ഛൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ഉണ്ണിയപ്പമായിരുന്നു. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ് സാഷ. എല്ലാ കുട്ടികളും സാഷിയുടെ അടുത്ത് തിരക്ക് കൂട്ടിക്കൊണ്ട് വന്നു. എന്തിനാ? ഉണ്ണിയപ്പം കഴിക്കാൻ. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവരിവൺ, നെവിൻ സെഡ്. നിൽക്കൂ, ആരും തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും വേണ്ടത്ര ഉണ്ണിയപ്പം അവരുടെ പക്കലുണ്ട്. അറ്റ് ദാറ്റ് മൊമെന്റ് സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ആ സമയത്ത് ആരോ ജനലിന്റെ അടുത്ത് നിൽക്കുന്നത് സാഷ കണ്ടു. ഹേ, ഹു ഈസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. ആരാണത്? സാഷ ചോദിച്ചു. എ ഗേൾ അറ്റ് ദ വിൻഡോ. നെവിൻ looked at the window and saw a girl. നവീൻ ജനലിലേക്ക് നോക്കി.
അപ്പോൾ അവിടെ അവൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നെവിൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി അവരെ കൗതുകത്തോടെ നോക്കി. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിംഗിങ് ഇൻ ദ വിൻഡ്. അവളുടെ മെസ്സി ഹെയർ, അലങ്കോലമായ മുടി, അവളുടെ അലങ്കോലമായ മുടി കാറ്റിലൂടെ ഇങ്ങനെ പറന്നുണ്ടായിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. സാഷ വെന്റ് ടു ദ വിൻഡോ. സാഷ ജനലിന്റെ അടുത്തേക്ക് പോയി. ഷീ ഓഫർഡ് an ഉണ്ണിയപ്പം ടു ദ ഗേൾ. എന്നിട്ട് അവള് ഉണ്ണിയപ്പം അവൾക്ക് കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ പെൺകുട്ടി ഉണ്ണിയപ്പം എടുക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. സാഷ അവൾ പോകുന്നത് നോക്കി നിന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷേ ആ പെൺകുട്ടി കുറ്റിക്കാടിന്റെ അപ്പുറത്തേക്ക് അപ്രത്യക്ഷമായി. വേർ ഡസ് ഷീ ലൈവ്? സാഷ ആസ്ക്ഡ് നെവിൻ. അവൾ എവിടെയാണ് താമസിക്കുന്നത്? സാഷ നെവിനോട് ചോദിച്ചു. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം? ആരാണ് ഉണ്ണിയപ്പം ഇഷ്ടപ്പെടാത്തത്? ആ പെൺകുട്ടി ഉണ്ണിയപ്പം വാങ്ങാതെ പോയല്ലേ? ഐ ഡോണ്ട് നോ, ഹി സെഡ്. നെവിൻ പറഞ്ഞു, അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. പാവം പെൺകുട്ടി, അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു, സാഷ പറഞ്ഞു. ദ ഗേൾ കംസ് അഗെയിൻ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. മിസ് അനുപമ, their teacher, was singing a song in the class. അനുപമ ടീച്ചറെ കുട്ടികൾക്കൊരു പാട്ട് പാടിക്കൊടുത്തു. എന്താണ് ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾക്കൊരു വിഷമം വന്നാല് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ വിഷമത്തെ പുഞ്ചിരിയാക്കി മാറ്റിത്തരും. സഡൻലി സാഷ സോ ദ ഗേൾ അഗൈൻ ഇൻ ദ ഡോർ. പെട്ടെന്ന് സാഷ ആ പെൺകുട്ടിയെ വീണ്ടും ഡോറിനടുത്ത് കണ്ടു. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സാഷ murmured. എനിക്ക് തോന്നുന്നു അവൾക്ക് ക്ലാസ്സിൽ വന്നിരിക്കണമെന്ന്, സാഷ മെല്ലെ പറഞ്ഞു. Listen, said the teacher. Hearing the teacher's voice, the girl ran away. ടീച്ചർ എന്താണ് പറഞ്ഞത്? ലിസൺ, ഇവിടെ ശ്രദ്ധിക്കൂ. ഇത് കേട്ടതും ആ പെൺകുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. A lullaby. After school, Sasha and Nevin were walking home. സ്കൂൾ വിട്ടിട്ട് സാഷയും നെവിനും വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്നു. On the way, they hear someone singing a song. അവർ പോകുന്ന വഴിയിലെ ആരോ ഒരു പാട്ട് പാടുന്നത് കേട്ടു. The best of friends will understand your little tales and lend a hand. Nevin, do you hear the song? Sasha asked. നെവിനെ, നീ ആ പാട്ട് കേട്ടോ? സാഷ ചോദിച്ചു. That's the song our teacher taught us today, Nevin replied. ആ കേട്ടു, ഇത് നമുക്കിത് ടീച്ചർ പാടിത്തന്ന പാട്ടാണ്. But who's singing? പക്ഷെ ആരാണത് പാടുന്നത്? Come, let's find out. വാ, നമുക്ക് നോക്കാം. A pleasant surprise. Sasha and Nevin spotted the girl near a tree. ഒരു പെൺകുട്ടി മരത്തിന്റെ അടുത്ത് നിൽക്കുന്നത് അവർ കണ്ടു. She was cradling her little brother, singing the song. അവളെ ഈ പാട്ടും പാടിക്കൊണ്ട് തന്റെ സഹോദരനെ തൊട്ടിലാട്ടുകയാണ്. How quickly has she learned the song? Nevin whispered to Sasha. എത്ര പെട്ടെന്നാണ് അവൾ ഈ സോങ് പഠിച്ചത്? നെവിൻ സാഷയോട് പറഞ്ഞു. The girl saw them and smiled. ആ പെൺകുട്ടി അവരെ കണ്ടു പുഞ്ചിരിച്ചു. She tried to comb her dry hair with her fingers. അവരെ കണ്ടതും അവളെ അവളുടെ ഡ്രൈ ഹെയറിനെ വിരൽ കൊണ്ട് ചൊറിഞ്ഞു. You sing beautifully, Nevin appreciated her. നന്നായി പാടി, നെവിൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്തു. Sasha want to give the girl a gift.
സാഷയ്ക്ക് ആ പെൺകുട്ടിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നി. എന്ത് ഗിഫ്റ്റാണ് സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ അവളുടെ ബാഗ് തുറന്നിട്ട് ഒരു ബുക്ക് പുറത്തെടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു പിക്ചർ സ്റ്റോറി ബുക്കായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. എന്നിട്ട് സാഷ ആ ബുക്ക് ആ പെൺകുട്ടിക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ആ പെൺകുട്ടി അവളുടെ കൈകളെ അവളുടെ പാവാട കൊണ്ട് തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. എന്നിട്ട് അവൾ ആ ബുക്ക് പുഞ്ചിരിയോടെ വാങ്ങിച്ചു. കവിത, വോയിസ് there? ഹെർ മദർ കോൾഡ് ഔട്ട്. കവിത, ആരാണ് അവിടെയുള്ളത്? ആ പെൺകുട്ടിയുടെ അമ്മ വിളിച്ചു ചോദിച്ചു. ലെറ്റ്സ് ഗോ, നെവിൻ ഹറിഡ് ഹിയറിംഗ് ദ വോയിസ്. ആ ശബ്ദം കേട്ടതും നമുക്ക് പോകാം എന്ന് നവീൻ പറഞ്ഞു. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. നമുക്ക് കവിതയെക്കുറിച്ച് അനു ടീച്ചറോട് പറയാം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റഡ്. എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് അവളെ സഹായിക്കാൻ കഴിയുമെന്ന് സാഷ പറഞ്ഞു. ദ സ്മൈൽ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഡിയർ ചിൽഡ്രൻ, നമുക്കിന്ന് പുതിയൊരു ഫ്രണ്ട് കൂടിയുണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. അവൾ ദൂരെ ഒരു സ്ഥലത്താണ്. നമുക്കവളെ സ്വാഗതം ചെയ്യാം. The headmaster introduced കവിത in the school assembly. ഹെഡ്മാസ്റ്റർ കവിതയെ അസംബ്ലിയിൽ വെച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. She came forward dressed in the school uniform. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. She smiled warmly at everyone. അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. The headmaster invited Kavita's parents to the stage. കവിതയുടെ അച്ഛനെയും അമ്മയെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. All the children clapped. എല്ലാ കുട്ടികളും കൈയടിച്ചു. I congratulate സാഷ ആൻഡ് നവീൻ. ഞാൻ സാഷയെയും നവീനെയും അഭിനന്ദിക്കുന്നു. They helped കവിത to join us. അവരാണ് കവിതയെ നമ്മളുടെ കൂടെ ജോയിൻ ആവാൻ വേണ്ടി സഹായിച്ചത്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡേയ്സ്. സാഷയും നവീനും ഇങ്ങോട്ട് വരൂ. The headmaster encouraged clapping hands. ഹെഡ്മാസ്റ്റർ ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. Tears of joy. സാഷ ആൻഡ് നവീൻ moved towards the stage. സാഷയും നവീനും സ്റ്റേജിന്റെ അടുത്തേക്ക് നീങ്ങി. The headmaster shook hand with them. എന്നിട്ട് ഹെഡ്മാസ്റ്റർ അവർക്ക് കൈ കൊടുത്തു. All the children applauded them again. എല്ലാ കുട്ടികളും വീണ്ടും അവരെ അഭിനന്ദിച്ചു. കവിത looked at സാഷ and നവീൻ. കവിത സാഷയും നവീനെയും നോക്കി. Her eyes brightened with gratitude. അവളുടെ കണ്ണുകൾ നന്ദിയാൽ തിളങ്ങി. അനു ടീച്ചർ സോങ് വാസ് echoing in every mind. അനു ടീച്ചറുടെ സോങ് എല്ലാവരും ഒന്നുകൂടി ഓർമ്മിച്ചു. The best of friends, worth more than God, give all the love a heart can hold. അനുപമ ടീച്ചർ came forward and hugged കവിത. അനുപമ ടീച്ചറെ മുന്നോട്ട് വന്നു കവിതയെ കെട്ടിപ്പിടിച്ചു. The girl smiled. ആ പെൺകുട്ടി പുഞ്ചിരിച്ചു. A tiny drop of tear glittered in the corner of her eyes. ഒരു ചെറിയ തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിന്റെ മൂലയിൽ തിളങ്ങി. അതായത് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു.